നിങ്ങൾ കേരളത്തിന്റെ ബജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചില്ലേ? തൃശ്ശൂർക്കാരനാ ഗോപാലൻ. തൃശ്ശൂർക്കാരനാണ് ഗോപാലകൃഷ്ണൻ. കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചപ്പോ തൃശ്ശൂരിന് എന്ത് കിട്ടി എന്ന് ചോദിച്ച മാങ്ങാത്തൊലിയാ കിട്ടിയത്. ഇപ്പൊ തലതപ്പണാണോ കിട്ടിയല്ലോ, മാങ്ങാത്തൊലിയാ തൃശ്ശൂരിന് കിട്ടിയത്. വയനാടിന് എന്ത് കിട്ടി, കണ്ണൂരിന് എന്ത് കിട്ടി, കാസർഗോഡിന് എന്ത് കിട്ടി? ചർച്ചയുണ്ടായില്ലല്ലോ. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ വരും കേട്ടോ എന്ന് സുരേഷ് ഗോപി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞത്. എന്നിട്ട് ഇത് രണ്ടും ഇല്ല. ഇനിയിപ്പോ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി നാളെ വന്നിറങ്ങും, അല്ലെങ്കിൽ അടുത്ത ദിവസം കേരളത്തിൽ വരുമ്പോൾ എയിംസ് എവിടെ സാറേ എന്ന് പത്രക്കാർ ചോദിച്ചാൽ അദ്ദേഹം എന്ത് മറുപടി പറയും? വെടിക്കെട്ടത്ര പോരാ, എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ. ഈ മാലപ്പടക്കത്തിന് പകരം അത് തന്നെ കുറെ അങ്ങ് പൊട്ടിച്ച പോരായിരുന്നോടാ. താങ്കളുടെ ചോദ്യം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. എന്നോട് ഇങ്ങോട്ട് ഇറങ്ങി കേൾക്കേണ്ട കാര്യമില്ല. അല്ലല്ല, ശരി, കുഴപ്പമില്ല. കാരണം ജോൺ ബ്രിട്ടാസിന്റെ സ്വഭാവവും ജോൺ ബ്രിട്ടാസിന്റെ മനസ്സുള്ള താങ്കൾ ഇരിക്കുന്നു, താങ്കളോട് പറയേണ്ടി വരും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കല്ലേ. നിങ്ങൾ കുറെ നേരമായി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യം. അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. എന്റെ 5 വർഷത്തിന്റെ ഉള്ളിൽ ഈ കേരളത്തിൽ എയിംസ് വരും, അടുത്ത വർഷം എയിംസ് വരും എന്ന് സുരേഷ് ഗോപി പറഞ്ഞില്ല. നിന്നെ ഇന്ന് തുറന്നു വിടുന്ന പ്രശ്നമില്ല. എന്നൊരു വാക്ക് സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല. എന്റെ നല്ല ശബ്ദം, നല്ല ശബ്ദം. സംശയമുണ്ടോ? ചോദിക്കുകയാണ്, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 75 വിമാനത്താവളമാണ് ഇന്ത്യയിൽ. ഇത് 150 വിമാനത്താവളം. ആ 75 വിമാനത്താവളവും ബജറ്റ് പദ്ധതികളെല്ലാം വന്നിട്ടുള്ളത്. പോവാൻ വരട്ടെ, ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സോപ്പ് പരിപാടി ഞങ്ങൾക്കില്ല. ഇടതുപക്ഷത്തിന്റെ പരിപാടി എന്താ? ഇടതുപക്ഷം ചുണ്ണാമ്പ് കലക്കി കിറ്റിലിട്ട് അതിനകത്ത് കുറച്ച് ശർക്കര ഒഴിച്ച് 1 കിലോ പഞ്ചസാരയും 1 കിലോ ഒന്നല്ല ചുമ്മാ ഭാരതമാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അരി വിട്ട് നാട്ടുകാർക്ക് കൊടുക്കുന്ന കിറ്റ് എക്കണോമിക്സ് അല്ല ഭാരതീയ ജനതാ പാർട്ടി നടപ്പാക്കുന്ന സാമ്പത്തിക ശാസ്ത്രം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല. എന്തൊരു എനിക്ക് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത് എനിക്ക് ചിരി വരിക. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഇത് ഇന്ത്യയുടെ ബജറ്റാ. ഇന്ത്യയുടെ ബജറ്റില് നിങ്ങൾ എല്ലാ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ കേരളത്തിന്റെ ബജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചില്ലേ? നിങ്ങൾ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. തൃശ്ശൂർക്കാരനാണ് ഗോപാലകൃഷ്ണൻ. കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചപ്പോ തൃശ്ശൂരിന് എന്ത് കിട്ടി എന്ന് ചോദിച്ച മാങ്ങാത്തിന് എന്ത് കിട്ടി, കണ്ണൂരിന് എന്ത് കിട്ടി, കാസർഗോഡ് കിട്ടിയത്. ഇപ്പൊ ആമപട്ടം കിട്ടിയല്ലോ, മാങ്ങാത്തൊലിയ തൃശ്ശൂരിന് കിട്ടിയത്. വയനാട് എന്ത് കിട്ടി? ചർച്ചയുണ്ടായില്ലല്ലോ. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റാണ്. വിട്ടോടോ. ഞാൻ പോകുന്നു. ബൈ ബൈ.